ഹലോ മക്കളെ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സെറ്റാണ്, എനിക്കറിയാം. ഓക്കെ, നമ്മളെ USSൻ്റെ പഠനമൊക്കെ ഇവിടെ എത്തി, വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടോ? ഇനി 2 മാസം തികച്ചില്ലേ? ഉഷാറായിട്ട് പഠിച്ചോളിയേ. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് ലഭിക്കും. ഓക്കെ, പഠിക്കാൻ തുടങ്ങിയ ഗൈഡൊക്കെ വാങ്ങിയോ നിങ്ങൾ? പല ആൾക്കാരും വാങ്ങിയിട്ടുണ്ട്, എല്ലാവരും സെറ്റാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ഉഷാറായിട്ട് നമ്മുടെ പഠനം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ. അതായത് എജ്യൂപോർട്ടിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് USSനെ കുറിച്ചൊരു ധാരണയും അതേപോലെ എല്ലാ പാഠഭാഗങ്ങളും കവർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പാഠഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ 7ാം ക്ലാസ്സിലെ അല്ലേ മുഴുവൻ പാഠഭാഗങ്ങളും നമ്മുടെ USS പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോളണം. കാരണം 90% ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണ് വരിക? നിങ്ങളുടെ ഈ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? വരിക. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കണം, നമ്മുടെ അല്ലേ എജ്യൂപോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് USSന് അല്ലേ? പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? യെസ്, മലയാളം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ സോഷ്യൽ സയൻസ് അല്ലേ, സാമൂഹ്യ ശാസ്ത്രം, പിന്നെ ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം. ഇതാണല്ലോ മുഖ്യധാരയിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. പിന്നെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അത്രയാണ്. നിങ്ങൾ ഉറുദു എടുത്ത ആൾക്കാർ ഉറുദു ഉണ്ടാവും, അല്ലെങ്കിൽ അറബി എടുത്ത ആൾക്കാർ അറബി ഉണ്ടാവും, സംസ്കൃതം എടുത്ത ആൾക്കാർ സംസ്കൃതം ഉണ്ടാവും, അതും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ അത് പഠിക്കാൻ? അപ്പോൾ ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്ട്സുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. തീർച്ചയായിട്ടും പഠിക്കണം? നിങ്ങളുടെ 7ാം ക്ലാസ് ആദ്യം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ദിവസേന നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എജ്യൂപോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം ഒന്ന് അറിയണ്ടേ, കൃത്യമായിട്ട് അറിയണ്ടേ. അല്ലാതെ വെറുതെ ഏതോ കേട്ടിട്ട് അല്ലേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കൃത്യമായ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സബ്ജക്റ്റുകൾ വിശദീകരിക്കും. അതായത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ബേസിക് സയൻസ് ആയാലും അതിലെ ഓരോ സ്പെഷ്യൽ ടോപ്പിക് എടുത്തതിന് ശേഷം ആ ടോപ്പിക്ക് നിങ്ങളെ ഓരോ അധ്യാപകരും പഠിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതായത് മുൻകാലങ്ങളിൽ വന്ന USS പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിക്കും. അതാണ് പറഞ്ഞത്, ടോപ്പിക് വൈസ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടോപ്പിക് വൈസ്, അതായത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, അതേപോലെ ബേസിക് സയൻസ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ക്ലാസ്സസും പിന്നെ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ നടത്തും. ഇതാണ് ഒന്നാമത്തെ. ഇത് ദിവസേന നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വൈകുന്നേര സമയങ്ങളിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോക്ക് താഴത്തുണ്ടാവും, അല്ലെങ്കിൽ മുൻകാല വീഡിയോകൾക്കൊക്കെ താഴത്തുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ കയറിയിട്ട് നിങ്ങൾ ആദ്യം കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണേ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അവിടെ നോട്ടുകൾ കിട്ടും. അതേപോലെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഓരോ ലിങ്കുകൾ ലഭിക്കും. അതേപോലെ ഞാൻ അല്ലേ ചില പോൾസൊക്കെ ഇടും, അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വളരെ ആവേശത്തോടു കൂടി ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആ കമ്മ്യൂണിറ്റി ലിങ്കിലൂടെ നമുക്ക് ലഭിക്കും. ആ നോട്ട്സൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് കിട്ടണ്ടേ? എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്. പിന്നെ മറ്റൊരു വീഡിയോ വരൽ എന്താണെന്നറിയോ? അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, USS ട്രിക്കി സ്റ്റഡി. അതൊരു വീഡിയോ ഉണ്ട്, ഒരു പ്രത്യേക വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓരോ സബ്ജക്റ്റും എന്ത് ചെയ്യുക? ട്രിക്കിലൂടെ പഠിക്കാം. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡുകളുണ്ട്. ഒറ്റയടിക്ക് വഴിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. കാരണം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഷോർട്ട് കട്ടിലൂടെ പെട്ടെന്ന് എന്ത് ചെയ്യണം? നമ്മുടെ സ്കോറിലേക്ക്, ഉത്തരത്തിലേക്ക് എത്തണം. അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡുകൾ. ഇനി സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പേരുകളൊക്കെ പഠിക്കേണ്ടി വരും. അതൊക്കെ ഷോർട്ടായിട്ട് മനസ്സിൽ വെക്കുന്ന രീതിയിൽ. അതേപോലെ ബേസിക് സയൻസിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രിക്കി സ്റ്റഡി എന്ന് പറയുന്ന വീഡിയോസിലൂടെ നമുക്ക് കിട്ടും അല്ലേ. ഓരോ ദിവസം Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യും? USS അവസാനിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മക്കളെ, നിർബന്ധമായിട്ടും നമ്മുടെ ഈ ഒരു
ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കാരണം എജുപോർട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, അതായത് പ്രഗത്ഭരായ USSന് അല്ലേ എടുക്കുന്ന, അതായത് ഓഫ്ലൈനുകളിലും ഒരുപാട് ക്ലാസ് എടുക്കുന്ന പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കി കളയണ്ട. വളരെ ഉഷാറായിട്ട്, വളരെ ആവേശത്തോട് കൂടിയിട്ട് വൈകുന്നേര സമയം നിങ്ങൾ ഇതിന് മാറ്റി വെക്കണം. ഈ വീഡിയോ വരുന്നുണ്ടോ, എന്ത് ചെയ്യണം, നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് വന്നോ, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തോ, അല്ലെങ്കിൽ ഇന്നത്തെ ട്രിക്കി ക്വസ്റ്റ്യൻ ഏതാണ് അല്ലേ ട്രിക്കി വീഡിയോ ക്ലാസ് ഏതാണ് എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം, മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ എജുപോർട്ടിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ആപ്പ് പ്ലേ സ്റ്റോർ ആയാലും ഇനി ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ആപ്പ് സ്റ്റോറിലായാലും ഈ ഏത് ആപ്പ് ഉണ്ട്, നമ്മുടെ ഈ ഒരു എജുപോർട്ടിൻ്റെ ആപ്പ് ഉണ്ട്, അത് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ USS എക്സാം 7th ആൻഡ് USS എക്സാം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, അതായത് മാത്സ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും ബേസിക് സയൻസ് ആയാലും എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ കിട്ടും. ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക കേട്ടോ. അപ്പോൾ ഈ കൃത്യമായ ഒരു പഠന സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലൈവും സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂസ് ലൈവ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ലൈവ് ആകുമ്പോൾ വമ്പ ഹരമാവും നമുക്ക്. ഇതുവരെയുള്ളത് നമ്മളെന്താ പറഞ്ഞത്, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഇനി അങ്ങോട്ട് ലൈവും വരും. ലൈവ് വരുമ്പോൾ വളരെ ആവേശത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അധ്യാപകരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് വളരെ ഉഷാറായിട്ട് നിങ്ങൾക്ക് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എജുപോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, USSൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾ വരണട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തട്ടെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എജുപോർട്ടിൻ്റെ ഈ 7th USS ക്ലാസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ, സംശയമില്ലല്ലോ? ഓക്കെ, കാണാം, സൈൻ ഔട്ട്. ഓക്കെ.